നവരസ പ്രാധാന്യമുള്ള സംസ്കാരവും പൈതൃകവുമായി കേരളപ്പിറവിയുണ്ടായിട്ട് 57 വർഷമായി. മലയാള ഭാഷാ പ്രയോഗത്തിൻ്റെ സൗന്ദര്യവുമായാണ് കേരളമെന്ന ഭൂപ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പദവി നേടിയെടുക്കുന്നത്. മലയാളമാണ് പ്രധാനം. മലയാളം നൽകിയ സംസ്കാരത്തിൻ്റെ രസക്കൂട്ടുമായാണ് കേരളം പിന്നീട് സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ചേരി രൂപപ്പെടുത്തിയിരുന്നത്. അതൊരു ജനസമൂഹത്തിൻ്റെ കാലഘട്ടം തീർക്കലായി. കലയും സാഹിത്യവും ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയായി മാറി. പിന്നീട് പുഴയൊഴുകിയ വഴികളിൽ കവിതയും മാനവിക ജീവിതങ്ങൾക്കിടയിൽ നിന്ന് നല്ല കഥയും പിറന്നു വീണു. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, പറ്റാത്ത നിറവാർന്ന നിന്തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വിളിച്ചും കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത ഇവ നൽകിയ സാംസ്കാരിക സവിശേഷതയിലാണ് കേരളം മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി തീർന്നത്. ഇതിനെല്ലാറ്റിനും മൂടുംപാവുമായ മലയാള ഭാഷ ഇപ്പോൾ ശ്രേഷ്ഠ പദവിയിലുമാണ്. ഇംഗ്ലീഷിൽ കല്യാണക്കുറി അടിച്ചു നൽകി മലയാള ഭാഷയിൽ കല്യാണത്തിന് വിളിക്കുന്ന കേരളീയരുടെ ഫലിതത്തിൻ്റെ മർദ്ദനത്തിലാണ് ഇന്ന് മാതൃഭാഷ. ഇത് അവസാന പുഴയും ഒഴുകിത്തീരും പോലെയുള്ള വറ്റിത്തീരലാണ്. യാമി യാമി ബൈമി കാമിതം, യാമി യാമി ബൈമി കാമിതം, യാമി യാമി ബൈമി കാമിതം, ശീഘ്രം സാധയി, യാമി യാമി ബൈമി കാമിതം, ശീഘ്രം സാധയി, യാമി യാമി ബൈമി കാമിതം, ശീഘ്രം സാധയി. പുനൂർ സജീവ്, ന്യൂസ് ഡെസ്ക്.